$58 മില്യൺ, 2 തലകൾ, പിന്നിൽ പൊട്ടിത്തെറിക്കാനൊരുങ്ങുന്ന ഒരു ലോകയുദ്ധം. ശീതയുദ്ധകാലത്ത് പോലും തുറന്നു പറയാൻ ലോകശക്തികൾ ഭയപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ പരസ്യമായി ചർച്ചയാകുന്നത്. അതെ, ഇറാനിൽ നിന്നെത്തുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലോക രഹസ്യാന്വേഷണ ഏജൻസികളെ പോലും ജാഗ്രതയിലാക്കിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് കോടിക്കണക്കിന് ഡോളർ പാരിതോഷികം നൽകുന്ന തരത്തിലുള്ള നിയമനിർമ്മാണ ചർച്ചകളാണ് ഇറാനിൽ നടക്കുന്നതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതൊരു ഭീഷണി മാത്രമല്ല, മറിച്ച് ലോകരാഷ്ട്രീയത്തിന്റെ അടിത്തറ വരെ കുലുക്കാൻ കഴിയുന്ന ഒരു ഇരുണ്ട സന്ദേശം കൂടിയാണ്. പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തുവരുന്ന ഇത്തരം വാർത്തകൾ വെറും ഒരു യുദ്ധ ഭീഷണിയല്ല, മറിച്ച് ലോകത്തെ 3ാം ലോക മഹായുദ്ധത്തിന്റെ കരിനിഴലിലേക്ക് തള്ളിവിടുന്ന അതിഭയങ്കരമായ ഒരു വധശിക്ഷ പ്രഖ്യാപനമാണ് എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇറാനിയൻ പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ വിദേശനയ സമിതിയുടെ ചെയർമാൻ ഇബ്രാഹിം അസീസി ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സൈനിക സുരക്ഷാ സേനയുടെ എതിർ നടപടി എന്ന പേരിൽ ഒരു പുതിയ ബിൽ തയ്യാറാക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് വിവാദം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ബിൽ പ്രകാരം ട്രംപിനെയും നെതന്യാഹുവിനെയും നരകത്തിലേക്ക് അയക്കുന്നവർക്ക് 50 മില്യൺ യൂറോ അഥവാ ഏകദേശം $58 മില്യൺ പാരിതോഷികമായി നൽകുമെന്നാണ് ആരോപണമുള്ളത്. ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖമേനിയെ ലക്ഷ്യമിട്ട ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ നടപടി എന്ന തരത്തിലാണ് ഇറാനിൽ നിന്ന് വരുന്ന സൂചനകൾ വ്യക്തമാക്കുന്നത്. ഇതിനകം തന്നെ അമേരിക്കയും ഇസ്രായേലും ഇറാന്റെ പരമോന്നത നേതൃകേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുവെന്ന ആരോപണം ഇറാൻ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇറാനിലെ ഭരണകൂട അനുകൂല മാധ്യമങ്ങളും സൈബർ ഗ്രൂപ്പുകളും പുറത്തുവിടുന്ന സന്ദേശങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കൂടുതൽ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. കിൽ ട്രംപ് എന്ന പേരിൽ $50 മില്യൺ ഫണ്ട് സമാഹരിച്ചുവെന്ന അവകാശവാദങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇറാനുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന ഹന്തല എന്ന സൈബർ ഗ്രൂപ്പ് ട്രംപിനെയും നെതന്യാഹുവിനെയും ഇല്ലാതാക്കാൻ യഥാർത്ഥ നടപടി സ്വീകരിക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അമേരിക്കൻ നീതിന്യായ വകുപ്പ് അവരുടെ അംഗങ്ങൾക്കെതിരെ $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ചതിന് മറുപടിയായാണ് ഈ പ്രചാരണമെന്ന് അവർ അവകാശപ്പെട്ടു. സൈബർ യുദ്ധം, രഹസ്യ വധഭീഷണി, മാനസിക സമ്മർദ്ദം, പ്രോക്സി ആക്രമണങ്ങൾ എന്നിവ ചേർന്ന പുതിയ തലമുറ ജിയോപൊളിറ്റിക്കൽ യുദ്ധത്തിലേക്കാണ് പശ്ചിമേഷ്യ നീങ്ങുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇതിനിടെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള രഹസ്യ നയതന്ത്ര ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ അതീവ അപകടകരമായ വാർത്തകൾ പുറത്തുവരുന്നത് എന്നതാണ് സ്ഥിതിയെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. അമേരിക്കയുടെ പുതിയ സമാധാന നിർദ്ദേശം ഗൗരവമുള്ള പുരോഗതി ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇറാന്റെ നിലപാട്. ഉപരോധങ്ങൾ പൂർണ്ണമായും പിൻവലിക്കണം, വിദേശത്ത് മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കണം, യുദ്ധനഷ്ടപരിഹാരം നൽകണം എന്നീ ആവശ്യങ്ങളിലാണ് ഇറാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. മറുവശത്ത് ഇറാന്റെ ആണവ പദ്ധതിക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ കുറയ്ക്കണമെന്നും അമേരിക്ക ആവശ്യപ്പെടുന്നു. ഈ വിഷയങ്ങളിൽ ഇരുവിഭാഗവും പിന്നോട്ടില്ലാത്തതിനാൽ സമാധാന ചർച്ചകൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഈ സംഘർഷ അന്തരീക്ഷത്തിനിടെയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇറാഖ് അതിർത്തിക്കടുത്തുള്ള കുർദിസ്ഥാൻ മേഖലയിൽ അമേരിക്കയുമായും ഇസ്രായേലുമായി ബന്ധമുള്ള ഗ്രൂപ്പുകളെ ആക്രമിച്ചതായി പ്രഖ്യാപിച്ചത്. അമേരിക്കൻ ആയുധങ്ങളും വെടിക്കോപ്പുകളും ഇറാനിലേക്ക് കടത്താൻ ശ്രമിച്ചവരെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് IRGC അവകാശപ്പെട്ടു. അമേരിക്കയും ഇസ്രായേൽ ഭരണകൂടത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ തകർത്തു എന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. ഇതോടെ പശ്ചിമേഷ്യയിലെ യുദ്ധം ഒരു രാജ്യത്തിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ വിവിധ അതിർത്തികളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക ശക്തമായി. മറ്റൊരു വശത്ത് ലോക എണ്ണ വിപണിയും ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കാൻ കഴിയുന്ന ഒരു നിർണായക നീക്കവും ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എണ്ണ ഗതാഗതത്തിന്റെ ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിന് മേലുള്ള നിയന്ത്രണം ശക്തമാക്കാൻ ഇറാൻ പുതിയ അധികാര സംവിധാനം രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു. പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റി എന്ന പുതിയ സംവിധാനത്തിലൂടെ ഹോർമുസ് കടലിടുക്കിലെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കുമെന്നും നിയന്ത്രിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്തിലെ എണ്ണക്കപ്പലുകളുടെ വലിയൊരു ശതമാനം ഈ ജലപാതയിലൂടെ കടന്നു പോകുന്നതിനാൽ അവിടെ ഒരു സൈനിക സംഘർഷം ഉണ്ടാകുന്നത് ആഗോള ഇന്ധനവില കുത്തനെ ഉയരാനും ലോക സമ്പദ് വ്യവസ്ഥ തകരാനും ഇടയാക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ഇപ്പോൾ പശ്ചിമേഷ്യയിൽ കത്തുന്നത് വെറും മിസൈലുകളും യുദ്ധക്കപ്പലുകളും മാത്രമല്ല, മനുഷ്യരാശിയുടെ ഭാവിയെക്കുറിച്ചുള്ള കടുത്ത അനിശ്ചിതത്വം കൂടിയാണ്. ഇന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ അതിർത്തി തർക്കത്തെയോ രാഷ്ട്രീയ ഭീഷണിയോ മാത്രമല്ല, ഒരൊറ്റ തെറ്റായ തീരുമാനം കൊണ്ട് പോലും മാനവ ചരിത്രം രക്തത്തിൽ എഴുതപ്പെടാൻ കാരണമായേക്കാവുന്ന ഒരു അപകടകരമായ ശക്തി പോരാട്ടത്തെയാണ്. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. അടുത്ത മണിക്കൂറിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ പോലും ലോകശക്തികൾക്ക് ഇന്ന് കഴിയുന്നില്ല. നാളെ വീണ്ടും ഒരു മിസൈൽ ആകാശം കീറിപ്പായുമോ? മറ്റൊരു നഗരത്തിന്റെ രാത്രികൾ പൊട്ടിത്തെറിയിൽ വിറങ്ങലിക്കുമോ? അതോ മറ്റേതെങ്കിലും ഒരു കുഞ്ഞ് തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട് അഭയാർത്ഥി പാളയങ്ങളിലേക്ക് ഓടേണ്ടി വരുമോ എന്നതിലൊന്നും ഇനി യാതൊരു ഉറപ്പുമില്ല. ഇറാൻ മുന്നോട്ട് വെച്ച പ്രതികാര വാഗ്ദാനങ്ങൾ യാഥാർത്ഥ്യമാകുമോ എന്നോ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അടുത്ത നീക്കം എന്തായിരിക്കുമെന്നോ ആർക്കും കൃത്യമായി പറയാൻ കഴിയില്ല. എങ്കിലും ലോകം അതീവ ആശങ്കയോടെ കാത്തിരിക്കുകയാണ്. എന്നാൽ ഒരു കാര്യം മാത്രം ഇവിടെ വ്യക്തമാണ്: ഒരു ദിവസം ഈ യുദ്ധശബ്ദങ്ങളെല്ലാം നിശബ്ദമാകും. മിസൈലുകളുടെ ഗർജനങ്ങൾക്ക് പകരം തെരുവുകളിൽ വീണ്ടും കുട്ടികളുടെ ചിരികൾ കേൾക്കും. പ്രതികാര പ്രഖ്യാപനങ്ങൾക്ക് പകരം സമാധാന കരാറുകൾ എഴുതപ്പെടും. ഇന്ന് അസാധ്യമാണെന്ന് തോന്നുന്ന ആ ഒരു സുദിനം ഒരിക്കൽ വരിക തന്നെ ചെയ്യും. കാരണം ചരിത്രം എത്രയൊക്കെ രക്തച്ചൊരിച്ചിലുകൾ കണ്ടാലും ഒടുവിൽ മനുഷ്യൻ തിരയുന്നത് സമാധാനത്തെ മാത്രമാണല്ലോ. ആ ദിവസം വിജയം ആരുടേതായിരിക്കുമെന്ന് ഇപ്പോൾ അറിയില്ലായിരിക്കാം, പക്ഷെ ഒടുവിൽ സത്യം ജയിക്കുക തന്നെ ചെയ്യും.
യുദ്ധങ്ങൾ അവസാനിക്കുകയും മനുഷ്യൻ വീണ്ടും മനുഷ്യനായി ജീവിക്കാൻ പഠിക്കുകയും ചെയ്യുന്ന ആ നല്ല നാളേക്കായി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം.